നമസ്കാരം. ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം മിക്കവാറും നാളെ ഉണ്ടാവാൻ സാധ്യതയെന്ന് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് CNN ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ സമീപത്തും അതോടൊപ്പം തന്നെ ദൂരെയുമുള്ള ശത്രുക്കൾക്കെതിരെ ഏതു വിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും തങ്ങൾക്കുണ്ടെന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കി. അതിനിടെ വെടിനിർത്തൽ കരാർ അത് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ഇപ്പോൾ തുടരുകയാണ്. ഇക്കുറി ഇല്ലെങ്കിൽ പിന്നെ ബന്ദികളുടെ മോചനം അത് അസാധ്യമാകുമെന്ന ആശങ്കയിൽ നെതന്യാഹുവിന് മേൽ വലിയ സമ്മർദ്ദം തുടരുകയാണ് ഇപ്പോൾ ബന്ദികളുടെ ബന്ധുക്കൾ. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് നെതന്യാഹു ചർച്ചയ്ക്കായിട്ട് നിയോഗിക്കുന്ന ഇസ്രായേൽ സംഘവുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതേസമയം ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചിരുന്നു. വ്യാഴാഴ്ച നടത്തുവാനായിട്ട് തീരുമാനിച്ച വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻപ് നേരത്തെ തങ്ങൾ അംഗീകരിച്ച വ്യവസ്ഥകളുടെ പുരോഗതി എന്തെന്ന് അറിയിക്കണമെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഹമാസ് തീരുമാനം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് ഗാസയിൽ സേവനമനുഷ്ഠിച്ച 14 സൈനിക കമാൻഡർമാർ അറിയിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ഗാസയിലെ ഖാൻ യൂനസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്ന അവസ്ഥയിൽ എങ്ങോട്ട് പോകുമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ ഫലസ്തീനികൾ. ഗാസ കൂട്ടക്കുരുതി സംബന്ധിച്ച് അടിയന്തര UN രക്ഷാസമിതി യോഗം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇറാന്റെ ഭീഷണി ഇപ്പോൾ നിലനിൽക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി വിന്യസിക്കുവാൻ ഇപ്പോൾ US ഒരുങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്നും ഇറാൻ പിന്തിരിഞ്ഞേക്കും എന്നുള്ളതിന് നേർവിപരീതമാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കുള്ള നീക്കം ഇറാൻ തൽക്കാലം ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ട് മേഖലയിൽ യുദ്ധസാധ്യത തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ദിവസങ്ങൾക്കകം വലിയ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തു. ടെൽ അവീവ് അതുപോലെ തന്നെ തെഹ്റാൻ, ബെയ്റൂത്ത് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പോലും ഇപ്പോൾ ലുഫ്താൻസ അടക്കമുള്ള വിമാന കമ്പനികളും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. എയർ ഫ്രാൻസ് അതുപോലെ തന്നെ ട്രാൻസാവിയ തുടങ്ങിയ കമ്പനികളും ബുധനാഴ്ച വരെയാണ് ബെയ്റൂത്ത് സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇന്ന് രാവിലെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായിട്ട് മൊബൈലിൽ സംസാരിച്ചിരുന്നു. അതിനിടെ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാനായിട്ട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്നതിനിടെ ഇറാൻ ആക്രമണം നടത്തരുതെന്നുള്ള ഫ്രഞ്ച് സമ്മർദ്ദമുള്ളതിനാൽ ആക്രമണം വൈപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുല്ലയും സംയുക്തമായിട്ട് ആക്രമണം നടത്തിയേക്കാം. ഇത്തരമൊരു ആക്രമണം നടന്നാൽ മുമ്പൊരിക്കലും നടക്കാത്ത ഒരു തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ടുള്ള ആക്രമണം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ 13, 14 തീയതികളിൽ ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെക്കാളും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തണം എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ പറയുന്ന ആവശ്യമെന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വഷളാകുന്നതിൽ നിന്ന് എല്ലാവിധത്തിലും വിട്ടുനിൽക്കണമെന്ന് വത്തിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ ഇസ്രായേലിന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ സംഭാഷണത്തിലാണ് യുദ്ധം ഒഴിവാക്കാനായിട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഗാസയിലെ ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം ഉറപ്പിക്കുമ്പോൾ തന്നെ ഹമാസിനെ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാർ വേഗത്തിലാക്കാനും ഈ സംഘർഷം അവസാനിപ്പിക്കാനും ഫലസ്തീൻ സിവിലിയന്മാർക്ക് മനുഷ്യത്വപരമായിട്ടുള്ള സഹായം നൽകാനും ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഗാസയിലെ ബന്ദികളെക്കുറിച്ചും വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന അവസാന റൗണ്ട് ചർച്ചകൾക്കുള്ള ക്ഷണം US, ഖത്തർ അതുപോലെ തന്നെ ഈജിപ്റ്റ് എന്നിവർ നിരസിച്ചതായിട്ടും ഹമാസ് പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്ന കാഴ്ചപ്പാടിൽ അമേരിക്ക ഇസ്രായേലിനായുള്ള സൈനിക നീക്കം ഊർജിതമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് USS ജോർജിയ അന്തർവാഹിനി കപ്പൽ വിന്യസിക്കുവാൻ US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ പ്രതിരോധിക്കുവാനായിട്ട് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിബദ്ധമാണെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനോട് ഓസ്റ്റിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളം US സൈനിക ശേഷി ശക്തിപ്പെടുത്തിയതായിട്ടും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡറും പറഞ്ഞു.
എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.